ഇക്ക ഇക്ക റംല ആകെ വിയർത്തോടി കിതച്ചാണ് ആ വീട്ടിലേക്ക് എത്തിയത്. കാര്യം പറയാതെയുള്ള ആ വരവിൽ സിദ്ദിഖിന് എന്തോ പന്തികേട് മണക്കാതിരുന്നില്ല. രാവിലെ തന്നെ പറമ്പ് മുഴുവൻ നിരീക്ഷിക്കാൻ ഇറങ്ങിയ റംലത്തിന്റെ മുഖമാകെ വിളറി വെളുത്തിട്ടുമുണ്ട്. വിറക് വെട്ടി നിന്ന സിദ്ദിഖ് ഉടനെ തന്നെ കാര്യമറിയാൻ ആ വിറക് കഷ്ണം അവിടെ ഇട്ട ശേഷം റംലക്കരികിലേക്ക് ചെന്നു. എന്താ കാര്യം? ഇക്ക, നിങ്ങൾ അവിടെ വരെ ഒന്ന് ചെന്ന് നോക്കിയേ, അവിടെ ആരോ ഉണ്ട്. ആ കഥക് ആരോ അകത്തുനിന്ന് പൂട്ടിയേക്കുന്ന. ഞാൻ കൊറേ തട്ടി വിളിച്ചിട്ട് കഥക് തുറക്കണില്ല. അവിടെ ആരോ ഉണ്ട്, ഉറപ്പാ. റംലയുടെ സംസാരത്തിൽ വല്ലാത്തൊരു ആശങ്ക നിഴലിച്ചു നിന്നിരുന്നു. റജിയും മക്കളും അവിടെ ഇല്ലല്ലോ. ലിസിയാണെങ്കിൽ കുറച്ചു ദിവസമായി പോയിട്ട് പിന്നെ വന്നതായി അറിഞ്ഞതുമില്ല. ഈ സമയത്ത് ആ വീട്ടിൽ മറ്റാര് വരാനാണ്? എങ്കിൽ പിന്നെ കള്ളന്മാർ തന്നെ. സിദ്ദിഖ് തന്റെ പറമ്പിലെ വാടകയ്ക്ക് കൊടുത്ത ആ ഓടിട്ട വീട് ലക്ഷ്യമാക്കി പാഞ്ഞു. റംല പറഞ്ഞത് ശരിയാണ്, വീട് അകത്തു നിന്ന് പൂട്ടിയിരിക്കുകയാണ്. വാതിലിൽ മുട്ടിയിട്ടും തട്ടി വിളിച്ചിട്ടും ആരുടെയും അനക്കമൊന്നും കേൾക്കുന്നില്ല. റജിക്കും കുടുംബത്തിനും എന്തോ ആപത്ത് സംഭവിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ തങ്ങൾ ആരും അറിയാതെ മറ്റാരും ആ വീടിനുള്ളിൽ കയറി കൂടിയിരിക്കുന്നു. സിദ്ദിഖ് മനസ്സിലുറപ്പിച്ചു. ശബ്ദം കേട്ട് അടുത്തുള്ള വീടുകളിൽ നിന്നും ആളുകൾ ഓടിക്കൂടി. കള്ളനായിരിക്കും, അവനെ പുറത്തു കടന്നാൽ ഉടനെ തന്നെ പിടിക്കണം. കൂടി നിന്നവരിൽ നിന്നും പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉയർന്നു. ഇനിയും കാത്തു നിൽക്കാനാവില്ല. ഓടിട്ട വീടാണ്, ഓട് മാറ്റി അകത്ത് കയറണം. അടുത്ത വീട്ടിൽ നിന്നും കോണിയുമായ ആളുകളെത്തി. സിദ്ദിഖാകട്ടെ ഓടുകൾ ഓരോന്നായി മാറ്റാനും തുടങ്ങി. അകത്ത് ആളനക്കമൊന്നുമില്ല. അടുക്കളയോട് ചേർന്നുള്ള മുറി ലക്ഷ്യമാക്കിയായിരുന്നു സിദ്ദിഖ് ഓട് മാറ്റിയത്. ഓട് നീക്കിയ ഗ്യാപ്പിലൂടെ സിദ്ദിഖ് വീടിനകത്തേക്ക് ഇറങ്ങി. ഒപ്പം സിദ്ദിഖിന്റെ സഹോദരനും അയൽവാസിയും. അടുക്കള മുതൽ മെയിൻ ഹാൾ വരെ അവർ നടന്നു നോക്കി. ഓരോ അടിയും സൂക്ഷ്മമായി, ഓരോ ഇലയനക്കം പോലും കേൾക്കാൻ പാകത്തിൽ ജാഗ്രതയോടെ. എന്നാൽ അസ്വാഭാവികമായി അവിടെ ഒന്നും കാണാനില്ല. ഒരു കാൽപ്പെരുമാറ്റം പോലും കേൾക്കാനില്ല. എന്നാലും ഇതെങ്ങനെ സംഭവിച്ചു? ആരാകും വീട് അകത്തു നിന്നും പൂട്ടിയിരിക്കുക? എങ്ങനെ അയാൾ പുറത്തു കടന്നു കാണും എന്നൊക്കെ തമ്മിൽ പറഞ്ഞ് വീടിന് പുറത്തേക്ക് കടക്കാൻ ഒരുങ്ങിയപ്പോഴാണ് സിദ്ദിഖ് അക്കാര്യം ഓർത്തത്. വീട്ടിൽ ഒരു കിടപ്പുമുറി കൂടി തിരയാൻ ബാക്കിയുണ്ട്. പടിഞ്ഞാറ് ഭാഗത്തായുള്ള കിടപ്പുമുറി. വന്ന സ്ഥിതിക്ക് അതുകൂടി നോക്കിക്കളയാമെന്നോർത്തു. മുമ്പേ നടന്ന സിദ്ദിഖ് ആ മുറിയുടെ വാതിൽ തുറന്നതും പുറത്തേക്ക് വന്നത് ഒരു അലർച്ചയായിരുന്നു. 4 ചുമരുകൾ തിങ്ങുന്ന ആ മുറിയുടെ ഓരത്തായി ഒരു 8-10 വയസ്സ് തോന്നിക്കുന്ന ഒരു പെൺകുഞ്ഞിന്റെ ശരീരം. തൊട്ടിപ്പുറത്ത് കട്ടിലിന് മുകളിൽ കയ്യിലും കാലിലും ചോരപ്പാടുകളോടെ ഒരു 12 വയസ്സുകാരിയും അനക്കമറ്റ് കിടക്കുന്നു. സിദ്ദിഖും അനിയനും അവസാന പ്രതീക്ഷയെന്നോണം ആ കുരുന്നുകളുടെ മൂക്കിനു താഴെ വിരൽ ചേർത്ത് പിടിച്ചു നോക്കി. ഇല്ല, ആ പ്രതീക്ഷയും അസ്തമിച്ചു. എങ്കിലും ഇതാരാണ് ഈ 2 കുരുന്നുകൾ? ഇവരെങ്ങനെ ഇവിടെ എത്തി? എങ്ങനെ അവർ മരണപ്പെട്ടു? ഉത്തരമില്ലാത്തൊരു കടങ്കഥ അവർക്ക് മുന്നിൽ വലുതായി തന്നെ രൂപം കൊണ്ടു. സിദ്ദിഖിന് മുന്നിലേക്ക് ചില ചോദ്യങ്ങൾ ഉടനെ തന്നെ പാഞ്ഞു വന്നു. റജിക്ക് 4 മക്കളുണ്ടെന്നറിയാം. 2 മക്കൾ മഠത്തിലാണ് പഠിക്കുന്നത് എന്നും അറിയാം. എന്നാൽ 2 പേരെ മാത്രമാണ് ആകെ വീട്ടിൽ കണ്ടു പരിചയമുള്ളത്. അവരെ ഇപ്പോൾ കാണാനില്ല. മഠത്തിൽ പഠിക്കുന്ന മക്കളായിരിക്കുമോ ഈ 2 കുരുന്നുകൾ? ലിസി പോയിട്ട് ദിവസമേറെ കഴിഞ്ഞിരിക്കുന്നു. മടങ്ങി വരാമെന്ന് പറഞ്ഞ റജിയും എവിടെ? ഇളയ 2 മക്കളെവിടെ? ചോദ്യങ്ങളും സംശയങ്ങളും എങ്ങുമെങ്ങും കൂട്ടിമുട്ടുന്നേയില്ല. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. ആ കുടുംബത്തിന് എന്തോ ഒരാപത്ത് സംഭവിച്ചിരിക്കുന്നു. എന്തോ മാരകമായൊരാപത്ത്. വർഷം 2007. ചുരുട്ടിപ്പിടിച്ച ചാരുദ സിൽക്സിന്റെ കവറിനകത്ത് പാലക്കാട് പട്ടാമ്പിയിലെ ആമയൂരിൽ ടാപ്പിംഗ് തൊഴിലാളികളെ ആവശ്യമുണ്ട് എന്ന ആ പത്രപരസ്യമുള്ള പേജ് ഉണ്ടോ എന്ന് അയാൾ തൻ്റെ യാത്രയിലുടനീളം പരിശോധിച്ചുറപ്പുവരുത്തിക്കൊണ്ടേയിരുന്നു. ആമയൂരിൽ ബസ് ഇറങ്ങുമ്പോൾ അയാൾ ഒരിക്കലും ഓർത്തിരുന്നില്ല തൻ്റെ ജീവിതം കീഴ്മേൽ മറിയാൻ പോകുന്നിടമാണതെന്ന്. അതെ, അതാണ് റജികുമാർ. മാസം 7000 രൂപ കൂലിയും താമസ സൗകര്യവും അതായിരുന്നു റജിയെ രണ്ടാമതൊന്ന് ആലോചിക്കും മുൻപേ ആ ജോലിയിലേക്ക് ആകർഷിച്ചത്. ഒരു സാധാ ടാപ്പിംഗ് തൊഴിലാളിയാവാൻ റജി മുന്നിട്ട് വരുന്നത് ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് മാത്രമാണ്. അങ്ങനെ പറയാൻ ഒരു കാരണമുണ്ട്. റജി BSc കെമിസ്ട്രിയിൽ ബിരുദവും കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ ഡിപ്ലോമയും പൂർത്തിയാക്കിയതാണ്.
പഠനം കഴിഞ്ഞുടൻ ഗുമസ്തനായി ജോലി ചെയ്യുന്നതിനിടയിലാണ് പാലായിലെ സ്വകാര്യ സ്ഥാപനത്തിലെ അധ്യാപികയായ ലിസിയെ റെജി പരിചയപ്പെടുന്നത്. സൗഹൃദത്തിൽ തുടങ്ങിയ ആ ബന്ധം പതിയെ പ്രണയമായി മാറി. ജീവനും ജീവിതവും നൽകാമെന്ന റെജിയുടെ വാഗ്ദാനത്തിൽ ലിസിയും സമ്മതം മൂളി. ഇരുവരും വിവാഹിതരായി. 4 കുഞ്ഞുങ്ങളുമുണ്ടായി. 3 പെൺമക്കളും ഒരാണും. അമലു, അമൽ, അമൽന്യ, അമല്യ. സന്തുഷ്ടമായി മുന്നോട്ട് പോയ കുടുംബം. ആമയൂരിലെത്തിയ റെജി അവസാനം അന്വേഷിച്ചു പിടിച്ച് പത്രപരസ്യം ചെയ്തയാളുടെ വീട്ടിലെത്തി. ചുണ്ടത്തൊടി സിദ്ദിഖ്. സിദ്ദിഖിന്റെ പറമ്പിലാണ് ജോലി. റെജിയുടെ സൗമ്യമായ സംസാരവും പെരുമാറ്റവും സിദ്ദിഖിന് ഒറ്റനോട്ടത്തിൽ തന്നെ ഇഷ്ടമായി. തൊട്ടടുത്ത ദിവസം ജോലിക്ക് കയറിക്കൊള്ളാൻ സിദ്ദിഖ് റെജിക്ക് അനുവാദവും നൽകി. അധികം വൈകാതെ ആമയൂരിലെ സിദ്ദിഖിന്റെ ചുണ്ടത്തോടി തറവാട്ടുവക വീട്ടിലേക്ക് റെജിയും കുടുംബവും താമസം മാറി. അങ്ങനെ റെജി മനസ്സിൽ കണ്ടതുപോലെ പാലായിലെ വാടക വീട്ടിൽ നിന്നൊരു മാറ്റവുമായി, കുട്ടികൾക്ക് പഠിക്കാൻ നല്ലൊരു അന്തരീക്ഷവുമായി. റെജിക്ക് പകുതി ആശ്വാസവും. എന്നാൽ 4 മക്കളിൽ ഇളയ 2 മക്കൾ മാത്രമാണ് വീട്ടിലുള്ളത്. മറ്റ് 2 പേരും പഠിക്കുന്നത് മഠത്തിലാണ്. വല്ലപ്പോഴും അവധിക്ക് വരുമ്പോൾ മാത്രം റെജി അവരെ കൂട്ടിക്കൊണ്ടുവരും. അതായിരുന്നു പതിവ്. അപ്പോഴും ആ വാടക വീട്ടിൽ മക്കളും ലിസിയും റെജിയും എല്ലാം ഇടയ്ക്കുള്ള ചില പൊട്ടലും ചീറ്റലുകളും ഒഴിച്ചാൽ സന്തുഷ്ടരായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. നാട്ടുകാർക്കും ആ കുടുംബത്തോട് വല്ലാത്തൊരു ഇഷ്ടമുണ്ടായിരുന്നു. കുടുംബത്തിനു വേണ്ടി എന്താവതുകളും സഹിക്കുന്ന ഒരച്ഛൻ, അച്ഛനൊപ്പം സ്നേഹത്തണലായ അമ്മ, പവിടം പോലെ ആ കുഞ്ഞുമക്കൾ. ആ കുടുംബത്തിനാണ് ഇപ്പോൾ ഈ ദുർഗതി വന്നിരിക്കുന്നത്. ആമയൂരിലെ മരണവിവരം അറിഞ്ഞ പോലീസ് ക്രൈം സീനിലേക്ക് പാഞ്ഞെത്തി. ആ കുരുന്നു മൃതദേഹങ്ങളുമായി ആംബുലൻസുകളും ഉടനടി തന്നെ ആശുപത്രി ലക്ഷ്യമാക്കി പാഞ്ഞു. അതിനിടയിൽ സ്ഥിതിവിവരങ്ങൾ നാട്ടുകാരിൽ നിന്നും ചോദിച്ചറിയുന്നതിനിടയിൽ റംലയെയും സിദ്ദിഖിനെയും പോലീസ് വിളിപ്പിച്ചു. അപ്പോഴേക്കും റംല കഴിഞ്ഞ ദിവസങ്ങളെ ഓർത്തെടുത്തു തുടങ്ങിയിരുന്നു. 1 വർഷമാകുന്നു തങ്ങളുടെ പറമ്പിൽ ടാപ്പിംഗ് തൊഴിലാളിയായി റെജിയും കുടുംബവും വന്നിട്ട്. റെജി രാവിലെ ടാപ്പിങ്ങിന് പോയാൽ പിന്നെ ഒരു 6-6:30 കഴിയുമ്പോഴേ ലിസി വീടിന് പുറത്തുണ്ടാകും. ഇടയ്ക്ക് ഇളയ മക്കളെ കളിപ്പിച്ചോ അല്ലെങ്കിൽ മുറ്റമടിച്ചോ പറമ്പിൽ ചെടികൾ നനച്ചോ ഒക്കെ നിൽക്കാറാണ് പതിവ്. എന്നാൽ ഇക്കഴിഞ്ഞ 9-ാം തീയതി, അതായത് കൃത്യമായി പറഞ്ഞാൽ 2008 ജൂലൈ 9-ാം തീയതി ലിസിക്ക് പകരം കുഞ്ഞുങ്ങളോടൊപ്പം രാവിലെ അവിടെ കണ്ടത് റെജി കുമാറിനെയായിരുന്നു. ഒരുപക്ഷെ ലിസി എഴുന്നേൽക്കാൻ വൈകിയതാകും. റംല അങ്ങനെയാണ് ഓർത്തത്. എന്നാൽ അടുക്കളയിൽ പണിയെടുക്കുമ്പോഴും കുട്ടികളെ വിളിക്കാൻ സ്കൂൾ വാൻ കാത്തു നിന്നപ്പോഴും എല്ലാം റംലയുടെ കണ്ണുകൾ അങ്ങോട്ടേക്ക് പാഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ ലിസിയെ കാണാനില്ല. അപ്പോഴാണ് അതുവഴി റെജി നടന്നു പോകുന്നത് റംല കാണുന്നത്. ഒട്ടും വൈകിയില്ല. റംല റെജിയോട് ലിസിയെ പറ്റി ചോദിച്ചു. പാലായിലെ അങ്കിളിന്റെ വീട്ടിൽ പോയി കുറച്ചു ദിവസം കഴിഞ്ഞേ വരൂ. വെറുതെയല്ല കാണാത്തതെന്ന് പറഞ്ഞ് റംല ഒഴിഞ്ഞു. ലിസിയെ കാണാതായതോടെ പലരും ആ ചോദ്യം ചോദിച്ചു. എങ്ങനെ കുഞ്ഞുങ്ങളുമായ റെജി ഒറ്റയ്ക്ക് നിൽക്കും? ആ അച്ഛൻ കുഞ്ഞുമക്കളുമായി കഷ്ടപ്പെടുന്നതും പണിയെടുക്കുന്നതും കണ്ടില്ലേ? നാട്ടുകാരുടെ പതിവ് പദം പറച്ചിൽ 2-ാം ദിനം തന്നെ തുടങ്ങി. ഓക്ക പിള്ളേരെ കൊണ്ട് പോയാ എന്താർന്ന്? ഓൻ കിടന്ന് കഷ്ടപ്പെടുന്നത് കണ്ടില്ലേ? എടീ, ഇനി ഓളെങ്ങാനെ മോനെ ഇട്ടേച്ച് പോയതാണെങ്കിലോ? അല്ല, പറയാൻ പറ്റൂലെന്നേ. ഓ മാനക്കേട് കൊണ്ട് നുണ പറയുന്നതാണെങ്കിലോ? ലിസിയെ കുറച്ചു ദിവസമായിട്ടും കാണാതായപ്പോൾ ഒന്നുകൂടി ഒന്ന് തിരക്കിയേക്കാം എന്ന് ഓർത്തിറങ്ങിയപ്പോഴാണ് റെജിയും മക്കളും പുത്തൻ ഉടുപ്പൊക്കെ ഇട്ട് യാത്രയ്ക്കെന്ന വണ്ണം പുറത്തേക്ക് ഇറങ്ങുന്നത് റംല കണ്ടത്. എന്തായി, ലിസി വരാറായില്ലേ റെജി എന്ന് റംല പതിവ് പോലെ റെജിയോട് ചോദിച്ചപ്പോൾ റെജിയുടെ മറുപടി ഇങ്ങനെയായിരുന്നു. ഞങ്ങൾ അവളെ കൂട്ടാൻ പോകുകയാണ്. കുറച്ചു ദിവസം അവിടെ തങ്ങിയ ശേഷമായിരിക്കും ഞങ്ങൾ തിരിക്കുക. ഇങ്ങോട്ടേക്ക് ഒരു കണ്ണ് വേണേ എന്ന്. അതും പറഞ്ഞ് റെജിയും പിള്ളേരും യാത്രയായി. ദിവസങ്ങൾ വീണ്ടും കടന്നുപോയി. ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയവരാരും തന്നെ പിന്നെ ആ വീട്ടിലേക്ക് തിരികെ എത്തിയില്ല. പിന്നെ കാണുന്നത് ചലനമറ്റ് കിടക്കുന്ന ഈ കുരുന്നുകളെയാണ്. അതേസമയം ആശുപത്രിയിൽ നിന്നും ആ വാർത്തയെത്തി. ആ 2 കുഞ്ഞുങ്ങളുടെയും മരണം മെഡിക്കലിൽ സ്ഥിരീകരിക്കപ്പെട്ടു. അവിടെ കൂടി നിന്നവരോടായി പോലീസ് മറ്റൊരു കാര്യം കൂടി അറിയിച്ചു. മരിച്ചത് റെജിയുടെ മക്കൾ തന്നെയെന്ന സത്യം. അതെ, കോൺവെന്റിൽ പഠിക്കാൻ ചേർത്ത മക്കളാണ് ആ ചലനമറ്റ് കിടന്നിരുന്നതെന്ന സത്യം ആ നാടിനെ കണ്ണീരിലാഴ്ത്തി. എന്നാൽ നടുക്കുന്ന മറ്റൊരു വിവരം കൂടി പോലീസ് പറഞ്ഞു വെച്ചു. തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് അയച്ച മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഒന്നിൽ 12 വയസ്സ് തോന്നിക്കുന്ന റെജിയുടെ മൂത്ത മകൾ അമലു മരിക്കുന്നതിന് തൊട്ടു മുൻപ് ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന സത്യം. 12 വയസ്സുള്ള കുട്ടിയെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്തവൻ.
8 വയസ്സുകാരിയെ കൊലപ്പെടുത്തിയവൻ അതാരായിരിക്കാം? രജികുമാർ എവിടെയായിരിക്കാം പോയിട്ടുണ്ടാവുക? അതല്ല, അയാൾക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചിട്ടുണ്ടാകുമോ? ഈ കുഞ്ഞുങ്ങൾ എങ്ങനെ എപ്പോൾ ഇവിടെ എത്തി? പല ചോദ്യങ്ങൾ അവർക്കിടയിൽ ഉയർന്നു വന്നുകൊണ്ടേയിരുന്നു. സിദ്ദിഖിൽ നിന്നും റംലയിൽ നിന്നും അതിനോടകം തന്നെ പോലീസ് വിവരങ്ങൾ ശേഖരിച്ചു. പാലായിലെ ബന്ധുവീട് പോലീസിന്റെ ശ്രദ്ധയുടക്കിയത് അതിലായിരുന്നു. ആ ബന്ധുവീട് കണ്ടെത്തണം. റജിയെക്കുറിച്ച് പരമാവധി വിവരങ്ങൾ ശേഖരിക്കണം. റജിയും ലിസിയും ബാക്കിയുള്ള 2 മക്കളും സുരക്ഷിതരാണോ എന്ന് അന്വേഷിക്കണം. ഇനി നാട്ടുകാർ പറഞ്ഞു നടക്കുന്നത് പോലെ ലിസി ആർക്കെങ്കിലും ഒപ്പം പോയിരിക്കുമോ? ഉണ്ടെങ്കിൽ അവരായിരിക്കുമോ ഇതിനു പിന്നിൽ? അങ്ങനെ ഒട്ടനേകം ചോദ്യങ്ങൾക്കുള്ള ഉത്തരം വേണം. എന്നാൽ ആ അന്വേഷണം പാലാ വരെ എത്തേണ്ടി വന്നില്ല. 2 വാർത്തകൾ ആ അന്വേഷണ സംഘത്തെ തേടി എത്തിയിരുന്നു. അതും തൊട്ടടുത്ത ദിവസം തന്നെ, ആമയൂരിൽ നിന്നും തന്നെ. പറമ്പിലൂടെ നടക്കുന്നതിനിടെയാണ് റജിയുടെ വീടിനടുത്തു നിന്നും കടുത്ത ദുർഗന്ധം വരുന്നതായി സിദ്ദിഖ് ശ്രദ്ധിച്ചത്. വീടിന്റെ കിഴക്കുഭാഗത്തുള്ള സെപ്റ്റിക് ടാങ്കിൽ നിന്നാണ് ആ മണം. സിദ്ദിഖ് അങ്ങോട്ടേക്ക് നടന്നു. വീടിനടുത്തേക്ക് എത്താനാകും തോറും ആ മണം രൂക്ഷമായിക്കൊണ്ടിരുന്നു. സിദ്ദിഖിനൊപ്പം ഏതാനും പ്രദേശവാസികളും അപ്പോഴേക്കും അവിടെ എത്തിയിരുന്നു. ആ ഗന്ധത്തിന് പിന്നിലും എന്തോ ഒന്നുണ്ടെന്ന് സിദ്ദിഖിനും അവിടെ കൂടിയവർക്കും വ്യക്തമായിരുന്നു. അവർ ആ സ്ലാബ് മാറ്റിയപ്പോൾ അതിനുള്ളിൽ കണ്ട കാഴ്ച അത് ആ ഗ്രാമത്തിൻ്റെ ആകെ സമാധാനമില്ലാതാക്കാൻ പോകുന്നതായിരുന്നു. ആ കുടുംബത്തിലെ 3ാമത്തെ മൃതദേഹം. മറ്റുള്ളവരും കൊല്ലപ്പെട്ടിരിക്കുമോ എന്ന ചിന്തയിൽ അവർ ആ പരിസരം മുഴുവൻ അരിച്ചു പെറുക്കി. അധിക നേരം വേണ്ടി വന്നില്ല. 125 മീറ്റർ ചുറ്റളവിൽ റബ്ബർ കാടുകളുടെ ഉള്ളിൽ നിന്നും പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ നിലയിലുള്ള മറ്റ് 2 മൃതദേഹങ്ങളും കണ്ടെത്തി. പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ 2 കുഞ്ഞു ശരീരങ്ങൾ. ആ പ്രദേശമാകെ അത് കണ്ട് വിറങ്ങലിച്ചു നിന്നു. അതോടെ അന്വേഷണം ഇനി എങ്ങോട്ടെന്ന പോലീസിനും നാട്ടുകാർക്കും വ്യക്തമായിരുന്നു. ഇൻട്രോഗേഷൻ മുറിയിലെ മേശയ്ക്ക് മുന്നിലെ ആ കസേരയിൽ ഒരു സ്ത്രീ ഇരിക്കുന്നു. നെറ്റിയിൽ വിയർപ്പ് പൊടിയുന്നുണ്ട്. കണ്ണുകൾ പേടികൊണ്ട് പരക്കം പായുകയാണ്. തൊണ്ടയിൽ നിന്നും അവസാന തുള്ളി ഉമിനീരും വറ്റിയതായി അവർക്ക് തോന്നിയിരിക്കണം. വിലങ്ങണിയിച്ച കൈകൾ പരസ്പരം അവർ കൂട്ടിത്തിരുമിക്കൊണ്ടേയിരുന്നു. പെട്ടെന്ന് അവരൊന്ന് ഞെട്ടി. ആ കതകുകൾ മലർക്കെ തുറന്ന അന്വേഷണ ഉദ്യോഗസ്ഥർ ആ മുറിയിലേക്ക് കടന്നു വന്നതായിരുന്നു. ചോദ്യങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വന്നുകൊണ്ടേയിരുന്നു. ഇനി നിക്കക്കള്ളിയില്ല എന്നുറപ്പായതോടെ അവർ ഓരോന്നോരോന്നായി പറഞ്ഞു തുടങ്ങി. 22-ാം തീയതി അന്ന് റജി മൂത്തതുങ്ങളെ 2 പേരെയും മടത്തിന്ന് കൂട്ടിക്കൊണ്ടുവന്നത്. അവര് നല്ല സന്തോഷത്തിലായിരുന്നു എല്ലാരെയും കാണാൻ. എന്നിട്ട് എന്തുണ്ടായി? എനിക്ക് അത്രേ അറിയത്തുള്ളൂ സാറേ. പിന്നെന്താ സംഭവിച്ചെന്ന് അറിയില്ല. അറിയില്ലേ? പറയടി, എവിടെ നിന്റെ കാമുകൻ റജി? ആ തള്ളയും കൊച്ചുങ്ങളെ ഇല്ലാതാക്കിയിട്ട് നിന്റെ കള്ളക്കാമുകൻ എവിടെ പോയിരിക്കുമെന്ന് പറയടി. സത്യായ എനിക്ക് അറിയത്തില്ല സാറേ. അയാൾ ഒന്നിച്ച് ജീവിക്കാന്ന് പറഞ്ഞെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. അതെ, ആ കൊടൂരമായ കൊലകൾക്ക് പിന്നിൽ അയാളായിരുന്നു. ടാപ്പിംഗ് ജോലിക്ക് ശേഷം ഓട്ടോയോടിച്ചും മറ്റ് ജോലികൾ ചെയ്തും കുടുംബത്തെ നോക്കാൻ പാടുപെടുന്നവനെന്ന് നാട്ടുകാർ കരുതിയിരുന്ന, എന്നാൽ ആ നിഷ്കളങ്കതയ്ക്ക് പിന്നിൽ ചെന്നായുടെ മുഖമൊളിപ്പിച്ച റജി എന്ന രജികുമാർ. സെപ്റ്റിക് ടാങ്കിൽ നിന്നും കിട്ടിയ മൃതദേഹം ലിസിയുടേതായിരുന്നു. അതോടെ കാര്യങ്ങൾ പോലീസിന് വ്യക്തമായി. കുടുംബത്തിൽ ജീവനോടെ ഒരാളെ ബാക്കിയുള്ളൂ, അത് റജിയാണ്. തുടർന്നുള്ള അന്വേഷണത്തിൽ റജിയുടെ വീടിന്റെ 2 കിലോമീറ്റർ പരിധിയിൽ താമസിക്കുന്ന ഒരു സ്ത്രീയുമായി റജിക്ക് ബന്ധമുണ്ടായിരുന്നതായും ഇവരുമായി റജി ജീവിക്കാൻ ആഗ്രഹിച്ചിരുന്നുവെന്നും പോലീസിന് വിവരം ലഭിച്ചു. അങ്ങനെയാണ് ആ ചോദ്യം ചെയ്യലിന് വഴിയൊരുങ്ങുന്നത്. അവർ നടത്തിയ വെളിപ്പെടുത്തൽ പോലീസിന്റെ മുന്നിലെ ചിത്രം കൂടുതൽ വ്യക്തമാക്കി. വർഷങ്ങളോളമായി റജിയും ഭാര്യ ലിസിയും തമ്മിൽ അത്ര നല്ല രീതിയിലല്ലായിരുന്നു. ഇളയ മകൾ അവന്യ തൻ്റേതല്ലെന്ന് പലപ്പോഴും റജി പറഞ്ഞതായും അവർ പോലീസിന് മൊഴി കൊടുത്തു. എന്തിനേറെ, ലിസിയെ കാണാതായ, കൃത്യമായി പറഞ്ഞാൽ ലിസി കൊല്ലപ്പെട്ട അന്നേ ദിവസം രാത്രി 11:50 റജി ഈ സ്ത്രീയുടെ വീട്ടിലെത്തുകയും ഇരുവരും അടുത്തിടപഴകുക പോലും ചെയ്തു. ഇനി അറിയേണ്ടത് റജിയിൽ നിന്നാണ്. നാട്ടുകാരുടെ കണ്ണിൽ ഒരു പെർഫെക്റ്റ് ഫാമിലി മാൻ പരിവേഷം കെട്ടിപ്പടുത്ത് അക്കണ്ട ക്രൂരതകളൊക്കെയും ചെയ്തു കൂട്ടിയ രജികുമാർ എന്ന കൊടും കുറ്റവാളിയിൽ നിന്ന്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അതിനു മുൻപേ പറഞ്ഞു വെച്ച ചില കാര്യങ്ങൾ കൂടിയുണ്ടായിരുന്നു.
5 പേരെയും റജികുമാർ കൊലപ്പെടുത്തിയത് കഴുത്ത് ഞെരിച്ച് ശ്വാസം മുട്ടിച്ചാണ്. മറ്റൊരു കണ്ടെത്തൽ കൊലപാതകങ്ങൾ നടന്ന ദിവസങ്ങളായിരുന്നു. ഓരോ കൊലപാതകങ്ങളും നടന്നത് ജൂലൈ മാസത്തിലെ വിവിധ ദിവസങ്ങളിലായാണ്. കൃത്യമായി പറഞ്ഞാൽ ജൂലൈ 8 മുതൽ 23 വരെയുള്ള ദിവസങ്ങളിൽ. കുറച്ചുകൂടി വിശദമാക്കിയാൽ രജികുമാറിന്റെ ഭാര്യ ലിസി കൊല്ലപ്പെടുന്നത് ജൂലൈ 8 രാത്രി 11:30. ഇളയ മക്കളായ അമൽ, അമന്യ എന്നിവർ കൊല്ലപ്പെട്ടത് ജൂലൈ 13 പുലർച്ചെ 4 മണിക്ക്. മൂത്ത മകൾ അമലു, രണ്ടാമത്തെ മകൾ അമല്യ ഇവർ കൊല്ലപ്പെടുന്നത് ജൂലൈ 23 പുലർച്ചെ 4 മണിക്ക്. അമലു ബലാത്സംഗം ചെയ്യപ്പെട്ടിരിക്കുന്നതാകട്ടെ കൊലപാതകത്തിന് മുമ്പ്. പോലീസിന്റെ വലയിൽ വീഴാൻ അയാൾക്ക് അധിക കാലതാമസം ഉണ്ടായില്ല. ഗാന്ധിനഗർ ബസ് സ്റ്റാൻഡിന് സമീപം അയാളെപ്പോലെ ഒരാളെ കണ്ടുവെന്ന കൺട്രോൾ റൂമിലേക്ക് എത്തിയ ഒരു ഫോൺ കോൾ, ആ ഒരു ഫോൺ കോൾ കാര്യങ്ങളെല്ലാം എളുപ്പമാക്കി തീർത്തു. അയാൾ അറസ്റ്റിലായി. പോലീസിന്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ മറുത്തൊന്നും പറയാൻ റജികുമാറിന് ഉണ്ടായിരുന്നില്ല. തെളിവുകൾ നിരത്തിയുള്ള പോലീസിന്റെ ചോദ്യങ്ങൾക്ക് മുൻപിൽ റജി കുറ്റം സമ്മതിച്ചു. ഭാര്യയെയും മക്കളെയും കൊന്നത് താൻ തന്നെ. കുറ്റവാളി റജിയാണെന്ന് വ്യക്തമായെങ്കിലും ഒരൊറ്റ കാര്യം അയാളിൽ നിന്നും പോലീസിന് അറിയേണ്ടതായി ഉണ്ടായിരുന്നു. മൂത്ത മകൾ അമലുവിനെ ബലാത്സംഗം ചെയ്തത് ആരാണെന്ന സത്യം. അമലുവിന്റെ വസ്ത്രത്തിൽ നിന്നും കണ്ടെത്തിയ സാമ്പിളുകളും റജിയിൽ നിന്നും എടുത്ത സാമ്പിളുകളും പോലീസ് പരിശോധിച്ചു. അതെ, 12 വയസ്സ് മാത്രമുള്ള സ്വന്തം മകളെ ബലാത്സംഗം ചെയ്തത് റജി തന്നെ. പട്ടാമ്പി പോലീസ് റജികുമാറിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. 2009 റജികുമാറിനെ പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതിയിൽ ഹാജരുമാക്കി. കേസ് പരിശോധിച്ച കോടതിയുടെ നിരീക്ഷണങ്ങൾ ഇങ്ങനെയായിരുന്നു. അങ്ങേയറ്റം പൈശാചികമായ കൊലപാതകങ്ങളാണ് ഇയാൾ നടത്തിയത്. കേസ് അപൂർവങ്ങളിൽ അപൂർവവുമാണ്. ഒടുവിൽ കോടതി റജികുമാറിന് വിധി എഴുതി, വധശിക്ഷ. വധശിക്ഷയ്ക്ക് പുറമെ വിവിധ വകുപ്പുകളിലായി 17 വർഷം കഠിന തടവും 10,000 രൂപ പിഴയും കോടതി വിധിച്ചു. ശിക്ഷ ഒന്നിച്ചനുഭവിക്കണം. കൊലപാതകം, ബലാത്സംഗം, തെളിവ് നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങൾ റജികുമാർ ചെയ്തിട്ടുണ്ടെന്ന് ബോധ്യപ്പെട്ടതായി കോടതി പറഞ്ഞു. പ്രതിക്ക് വധശിക്ഷ തന്നെ ഉചിതം. കോടതി തീർപ്പ് കൽപ്പിച്ചു. എന്നാൽ 2014 സെഷൻസ് കോടതി വിധിക്കെതിരെ റജികുമാർ ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതിയും അത് തള്ളി. ജസ്റ്റിസ് TR രാമചന്ദ്രൻ നായർ, ജസ്റ്റിസ് AV രാമകൃഷ്ണ പിള്ള എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് ആ റിട്ട് തള്ളി നൽകിയ മറുപടി, അതിക്രൂരമായ കൊലപാതകം ചെയ്ത ഇയാളെ ജീവിക്കാൻ അനുവദിക്കുന്നത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുമെന്ന് മാത്രമല്ല, വിചാരണ കോടതി വിധിച്ച ശിക്ഷയിൽ പ്രത്യേക ഇടപെടൽ ആവശ്യമില്ല എന്നുകൂടിയായിരുന്നു. എന്നാൽ 2025 ആ വിധിയിൽ മാറ്റം വന്നു. അതെ, തന്റെ ആവശ്യം ഹൈക്കോടതിയും തള്ളിയതോടെ സുപ്രീം കോടതിയെ റജികുമാർ സമീപിക്കുകയുണ്ടായി. ഡൽഹി നാഷണൽ ലോ യൂണിവേഴ്സിറ്റിയുടെ പ്രോജക്ട് 39A റജികുമാറിന്റെ കേസ് സുപ്രീം കോടതിയിൽ നടത്തി. അയാളുടെ ആവശ്യം സുപ്രീം കോടതി അവിടെ അംഗീകരിച്ചു. അങ്ങനെ ജയിലിലെ നല്ല നടപ്പ് പരിഗണിച്ച് സുപ്രീം കോടതി റജികുമാറിന്റെ വധശിക്ഷ റദ്ദാക്കി കൊടുത്തു. എന്നാലോ കുറ്റകൃത്യത്തിന്റെ തീവ്രത കണക്കിലെടുത്ത് റജികുമാർ ജീവിതാവസാനം വരെ തടവ് ശിക്ഷ അനുഭവിക്കണമെന്ന് സുപ്രീം കോടതി വിധി എഴുതുകയും ചെയ്തു. നിയമത്തിന്റെ സാങ്കേതിക വശങ്ങളിൽ നിന്നുകൊണ്ട് തൂക്കുകയറിൽ നിന്നും രക്ഷപ്പെടാൻ റജിക്ക് സാധിച്ചെങ്കിലും മാന്യതയുടെ മുഖം മൂടി അണിഞ്ഞ് നാട്ടുകാർക്കിടയിൽ കാലങ്ങളോളം ജീവിച്ച് ഒടുവിൽ അതിക്രൂരമായ അയാൾ നടത്തിയ കൂട്ടക്കൊലകളുടെ ഭീതിയിൽ നിന്ന്, പലയിടങ്ങളിൽ നിന്നായി തുടരെ കണ്ടെടുത്ത കുഞ്ഞു ശരീരങ്ങളടക്കമുള്ള നടുക്കുന്ന ഓർമ്മകളിൽ നിന്ന് പട്ടാമ്പിയിലെ ആമയൂറുന്ന ഗ്രാമം ഇന്നും മോചിതമായിട്ടില്ല. ഏത് തൂക്കുകയറിനു മുന്നിൽ നിന്നും രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാലും, എത്ര തന്നെ നിഷ്കളങ്കനാണെന്ന് നടിച്ച് വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചാലും നിയമത്തിനു മുന്നിൽ നിന്നും ഒരു റജികുമാറിനും രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. ഇനി അങ്ങനെ സാധിച്ചാലും ആ കൈകളിൽ നിന്നും രക്തക്കറയൊട്ട് മാഞ്ഞു പോവുകയുമില്ല.